വിദ്വേഷ പരാമർശ കേസിൽ സംഘപരിവാർ സഹയാത്രികൻ ടി ജി മോഹൻദാസിന് ജാമ്യം. തുടർച്ചയായി 3 ദിവസം ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന ഉപാധിയോടെയാണ് കോടതി ജാമ്യം അനുവദിച്ചത്. ജാമ്യം കിട്ടിയത് പോലീസിന്റെ വീഴ്ച കൊണ്ടെന്ന് പരാതിക്കാരൻ ടി ജിസ്മോൻ. പോലീസ് ചുമത്തിയത് ദുർബല വകുപ്പുകളെന്ന ആക്ഷേപം ശക്തം. തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ടി ജി മോഹൻദാസിന് ജാമ്യം നൽകിയ തിരുവനന്തപുരം ACJM കോടതിയുടെ നിബന്ധനകൾ ഇങ്ങനെ: ടി ജി മോഹൻദാസ് നാളെ മുതൽ തുടർച്ചയായ 3 ദിവസം അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം. അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുമ്പോഴും ടി ജി മോഹൻദാസ് ഹാജരാകണം. അന്വേഷണവുമായി പ്രതി സഹകരിക്കണം. സമാന കുറ്റകൃത്യങ്ങളിൽ പ്രതിയാകരുത് എന്നതുൾപ്പെടെയാണ് ACJM കോടതിയുടെ ജാമ്യ വ്യവസ്ഥകൾ. സുപ്രീംകോടതിയുടെ നിർദ്ദേശമനുസരിച്ച് അറസ്റ്റിന് മുൻപുള്ള നടപടിക്രമം പോലീസ് പാലിച്ചില്ലെന്നായിരുന്നു ടി ജി മോഹൻദാസ് ഉയർത്തിയ വാദം. പ്രതിക്ക് പോലീസ് നോട്ടീസ് നൽകാത്തതെന്ന് പ്രോസിക്യൂഷനോട് ACJM കോടതിയുടെ ചോദ്യം. നോട്ടീസ് നൽകേണ്ടത് നിയമ നടപടിക്രമമെന്നും വാദത്തിനിടെ ACJM കോടതി പ്രോസിക്യൂഷനെ ഓർമ്മിപ്പിച്ചു. ജാമ്യം ലഭിക്കാത്ത ഒരു വകുപ്പ് മാത്രമാണ് പോലീസ് ചുമത്തിയത്. സ്ത്രീകൾക്കെതിരായ ലൈംഗിക അധിക്ഷേപ പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ സൈബർ പോലീസ് ചുമത്തിയതുമില്ല. ഇതും RSS സൈദ്ധാന്തികനായ ടി ജി മോഹൻദാസിന് ജാമ്യം ലഭിക്കാനുള്ള വഴിയൊരുക്കി. അന്വേഷണവുമായി ടി ജി മോഹൻദാസ് സഹകരിക്കുന്നില്ലെന്നും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നുമുള്ള പ്രോസിക്യൂഷന്റെ വാദങ്ങൾ ACJM കോടതി തള്ളി. ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ.